ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വിഷയം വെളിപ്പാട് പുസ്തകത്തിലെ യാഗപീഠത്തിന് ചുവട്ടിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്ന വിശുദ്ധർ പഴയ നിയമ വിശ്വാസികളാണോ എന്നുള്ള കാര്യമാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിക്കാം. സാധാരണയായി വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നവർ തെറ്റായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അധ്യായം 6 9-10 വാക്യങ്ങളുടെ വിശദീകരണം. ഇവിടെ പറയുന്ന വിശ്വാസികൾ പഴയ നിയമത്തിൽപ്പെട്ടവരാണ് എന്നാണ് ഈ അധ്യാപകരുടെ കണ്ടുപിടുത്തം. ഇത് തീർത്തും തെറ്റാണ് എന്ന് 10-ാം വാക്യത്തിൽ നിന്നും മനസ്സിലാക്കാം. ഈ വിശ്വാസികൾ പറയുന്നത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമെന്നാണ്. 6-ാം അധ്യായത്തിലെ 4-ാം മുദ്ര വരെയുള്ള സംഭവങ്ങൾ 16-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ലോകം കീഴടക്കുവാൻ തുടങ്ങിയ സമയം മുതലാണ് സംഭവിച്ചു തുടങ്ങിയത്. ഇപ്പോൾ 4-ാം മുദ്ര തുറന്നതിന് ശേഷമുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4-ാം മുദ്ര തുറക്കുമ്പോൾ പച്ചക്കുതിരയായ ഇസ്ലാമിക ഭീകരത വരുന്നു എന്നുള്ളതിൽ മിക്കവാറും അധ്യാപകർക്കും തർക്കം ഉണ്ടാവുകയില്ല. 4-ാം മുദ്ര തുറന്നതിന് ശേഷമാണ് 5-ാം മുദ്ര തുറക്കുന്നത്. 5-ാം മുദ്ര തുറന്നുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനാൽ ഭീകരന്മാരാൽ വധിക്കപ്പെട്ട രക്തസാക്ഷികൾ തന്നെയാണ് മേൽപ്പറഞ്ഞ നിലവിളിക്കുന്ന വിശുദ്ധർ എന്ന് മനസ്സിലാക്കാം. അതിനാൽ തന്നെ ഇവർ പുതിയ നിയമ വിശ്വാസികളാണ്, പഴയ നിയമ വിശ്വാസികളല്ല. എന്നാൽ ഈ വിശുദ്ധർ പഴയ നിയമ വിശ്വാസികളാണെന്നുള്ളതിന് കാരണമായി ഇക്കാലത്തെ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്ന അധ്യാപകർ പറയുന്ന ന്യായം പഴയ നിയമത്തിൽ മാത്രമേ പ്രതികാരത്തിനായി പ്രാർത്ഥിക്കാൻ വചനമുള്ളൂ എന്നും പുതിയ നിയമത്തിൽ ശത്രുക്കളോട് ക്ഷമിക്കാനുള്ള വചനമാണ് ഉള്ളത് എന്നുമാണ്. പക്ഷേ ഈ അധ്യാപകർക്കെതിരെ അവർ പറയുന്ന തെറ്റായ ഉപദേശങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നവരെ ഇവർ ശാസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഭീകരരാൽ കൊലപ്പെടുത്തപ്പെട്ട വിശ്വാസികൾ ഒരിക്കലും ഇങ്ങനെ വധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയില്ല. അതിനാൽ ഇവർ വധിക്കപ്പെട്ടതിന് ശേഷം അവരുടെ ആത്മാക്കളാണ് യാഗപീഠത്തിങ്കൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്നത്. അവരുടെ ആത്മാക്കൾ യാഗപീഠത്തിങ്കൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. എന്തുകൊണ്ടെന്നാൽ ആത്മാക്കളാണ് നിലവിളിക്കുന്നത്. ആ വചനം ഒന്ന് വായിക്കാം. വെളിപ്പാട് 6 9 10. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. 10-ാം വാക്യം നോക്കുമ്പോൾ മനസ്സിലാകുന്നതാണ് ഭൂമിയിൽ വസിക്കുന്നവരോട് എന്നാ പറയുന്നത്. ഭൂമിയിൽ വസിക്കണമെങ്കിൽ 5-ാം മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് അവിടെ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. അതായത് 5-ാം മുദ്ര തുറക്കുന്നത് വരെ ഭീകരന്മാരാൽ വധിക്കപ്പെട്ട ഈ ആത്മാക്കൾ നിലവിളിക്കുന്നതായിട്ട് അവിടെ പറയുന്നത്. അപ്പോൾ അവർ പുതിയ നിയമവിശ്വാസികളല്ലേ? 4-ാം മുദ്ര ഓൾറെഡി തുറന്നു കഴിഞ്ഞില്ലേ? അപ്പോൾ അതുകൊണ്ട് പഴയ നിയമവിശ്വാസികളല്ല, അത് പുതിയ നിയമവിശ്വാസികളാണ്. ദുരുപദേശം വരാൻ കാരണം 1-ാം മുദ്ര പോലും തുറന്നിട്ടില്ല എന്നുള്ള തെറ്റായ ഒരു ധാരണയാണ്. 1-ാം മുദ്ര അന്തിക്രിസ്തുവാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ 4-ാം മുദ്ര ഒന്നും തുറന്നിട്ടില്ലല്ലോ എന്നാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 4-ാം മുദ്ര വരെ തുറന്നു കഴിഞ്ഞു. 4-ാം മുദ്ര എന്ന് പറയുന്നത് പച്ചക്കുതിരയാണ്. പച്ചക്കുതിര എന്ന് പറയുന്നത് ഇസ്ലാമിക ഭീകരതയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പച്ചക്കുതിര മാത്രമല്ല, ഈ ഹിന്ദുക്കളും ഇതുപോലെ തന്നെയാണ്. ഈ മണിപ്പൂരിലൊക്കെ നടത്തുന്ന ദുഷ്ടത എന്താണ്, അതൊന്നും പുറത്തേക്ക് വരാതെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.